കണിച്ചുള്ള അമ്പലത്തിൽ നിന്ന് ഫാമിലിയായിട്ട് പോയി. അത്യാവശ്യം തിരക്കായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ക്യൂ കാണാം. നട അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 5 മണി നട വെക്കും. പിന്നെ എല്ലാവരും പുഴുന്നൊക്കെ ഉണ്ട്. ചിക്കര പിള്ളേരൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യണം നട തുറക്കാൻ വേണ്ടി. ഇത് ഒരുങ്ങി വരുന്നേ ഉള്ളൂ പിള്ളേരൊക്കെ. ദേവിയെ പറ്റി പല അത്ഭുത കഥകളും കേൾക്കാറുണ്ട്. മിണ്ടാത്ത കുട്ടി സംസാരിക്കുന്നു, നടക്കാൻ പറ്റാത്ത കുട്ടി നടക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും. ഏറ്റവും കൂടുതൽ ചിക്കര വരുന്ന ഒരു അമ്പലമാണ് കണിച്ചുള്ള. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഒരു കഥ ഞാൻ കേട്ടായിരുന്നു. ചിക്കരയ്ക്ക് ഇരുന്ന കുട്ടിക്ക് ഒരു വള കിട്ടിയ കഥ. എന്ന് വെച്ചാൽ ചിക്കരയ്ക്ക് ഇരുന്നപ്പോൾ ഈ കൊച്ച് സാമ്പത്തികം ഇല്ലാത്ത വീട്ടിലായിരുന്നു. അപ്പോൾ എല്ലാവരും ആഭരണം കണ്ടപ്പോൾ ഈ കൊച്ച് ആഗ്രഹം പറഞ്ഞു, അമ്മയുടെക്ക് എനിക്കും ആഭരണം വേണമെന്ന് ആഗ്രഹം പറഞ്ഞു. സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മ കാര്യം പറഞ്ഞു, മോളെ സാമ്പത്തികം ഇല്ല, കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കി. പക്ഷേ കൊച്ച് വാശി പിടിച്ചു. ഒരുപാട് വാശിയായപ്പോൾ ഈ കൊച്ചിൻ്റെ അമ്മ തല്ലിപ്പോയി. തല്ലി ഈ കൊച്ചിന് ഒരുപാട് വിഷമമായി. അതുപോലെ ഭക്ഷണം കഴിഞ്ഞിട്ട് എല്ലാം റെസ്റ്റ് ചെയ്യായിരുന്നു. ഉച്ച കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ കൊച്ചിൻ്റെ കയ്യിൽ വള കണ്ടു. അത് സ്വർണ്ണത്തിൻ്റെ വള. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നി. കാരണം ഈ വള എവിടെ നിന്ന് കിട്ടിയ സംശയം തോന്നി. എറിഞ്ഞ് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മ എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം കണ്ടാണല്ലോ, സാമ്പത്തികം ഇല്ലാത്ത കാര്യങ്ങളെല്ലാം അറിയാം. തല്ലിയ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എല്ലാവർക്കും തോന്നിയത് ഈ അമ്മ മോഷ്ടിച്ചായിരിക്കും എന്ന് ഓർത്ത് ചോദിച്ചു തുടങ്ങി. അപ്പോൾ ഉടനെ കൊച്ചു പറഞ്ഞു, അയ്യോ ഈ അമ്മയല്ല തന്നത്, വേറൊരു അമ്മയാണ്, ഒരു മുത്തുക്കൂടെ ചൂടിയ അമ്മയാണ്, ഉടയാടി അമ്മയാണ്, നല്ല ഐശ്വര്യമുള്ള അമ്മയാണ് തന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ദേവിയാണ് വന്ന് തന്നെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഈ അമ്പലത്തിലെ പ്രധാന വഴിപാടാണ് ഉണ്ടൊഴുക്ക്. എല്ലാ സമയത്തും ഉണ്ടൊഴുക്കുണ്ടാവും അവിടെ. വിളിച്ച വെളിപ്പെടുത്തുന്ന ദേവിയാണ്. സകലങ്ങളെ മാറ്റിത്തരും. എനിക്കും അതിന് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് വലിയ അസുഖം വന്നായിരുന്നു. ഞാൻ ദേവിയെ മുറുകെ വിളിച്ചു. അതിന് ഫലമുണ്ടായി.